നമസ്കാരം. ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷം ഒരു പരമ്പരാഗത യുദ്ധമല്ല. അതൊരു ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഏറ്റവും സങ്കീർണമായ രൂപമാണ്. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ സോമുകളും സൈബർ യുദ്ധവും സാമ്പത്തിക ഉപരോധവും ചേർന്ന് ബഹുസ്വര സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറിയത്. പലസ്തീനെ പോലെ ഈ സംഘർഷവും ഇടവിട്ടുള്ള ആക്രമണങ്ങളും താൽക്കാലിക വെടിനിർത്തലും ചേർന്ന് നിഴൽ യുദ്ധരൂപത്തിൽ ദീർഘകാലം തുടരുമോ എന്നാണ് ലോകം ഭയപ്പെടേണ്ടിയിരിക്കുന്നത്. 2026 ഫെബ്രുവരി അവസാനം തുടങ്ങി മാർച്ച് ഏപ്രിൽ കാലയളവിൽ ഗൾഫ് മേഖലയിൽ നിർണായക സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി നടന്ന ആക്രമണങ്ങൾ ജബൽ അലി തുറമുഖം, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള ഇന്ധന സംഭരണികൾ, ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് സമുച്ചയം എന്നിവ മേഖലയിലെ സുരക്ഷാ ധാരണകളെ തന്നെ ചോദ്യം ചെയ്തു. ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞതോടെ ആഗോള ഊർജ വിപണി പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. വെടിനിർത്തലിനായി ഇറാൻ ആവശ്യപ്പെടുന്നത് സ്ഥിരമായ യുദ്ധവിരാമവും ഉപരോധം പിൻവലിക്കലും മേഖലയിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കലുമാണ്. മറുവശത്താകട്ടെ അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യമിടുന്നത് ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷിയും പ്രോക്സ് ശൃംഖലയിൽ ഇല്ലാതാക്കുകയുമാണ്. അടിസ്ഥാനപരമായ ഈ നിലപാട് വ്യത്യാസമാണ് ചർച്ചകൾ വഴിമുട്ടുന്നതിന്റെ പ്രധാന കാരണം. സൈനികമായി നോക്കുമ്പോൾ ഇറാൻ അമേരിക്കയുടെ വ്യോമ മേധാവിത്വത്തിന് അടുത്തെത്തില്ല. പക്ഷേ 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ, കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകൾ, ഭൂഗർഭ സൗകര്യങ്ങൾ, ഹിസ്ബുള്ള, ഹൂത്തി സഖ്യങ്ങൾ, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്നിവയിലൂടെ ഇറാൻ എതിരാളികളെ ചെലവേറിയതും അനിശ്ചിതത്വവുമായ ഏറ്റുമുട്ടലിൽ കുടുക്കിക്കളഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണങ്ങളിലൂടെ എണ്ണ വിപണി, കടൽ ഗതാഗതം, പ്രാദേശിക സുരക്ഷ, പാശ്ചാത്യ നയതന്ത്രം എന്നിവ ഒരേ സമയം കുരുക്കിലാക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. എന്തായാലും ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ, LPG ഇറക്കുമതിയിലെ വലിയ ഒരു വിഹിതം, ഏകദേശം 40% വരെ ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ അസ്ഥിരത ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നേരിട്ടുള്ള പ്രതിഫലനമാണ് ചെലുത്തുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ UAE ആയിരുന്നു. ഇക്കാര്യം പ്രസിഡന്റ് നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഷാദ് വ്യക്തമാക്കുന്നു. ഇസ്രയേലിന് നേരെ നടന്നതിനേക്കാൾ കൂടുതൽ ആക്രമണമായിരുന്നു UAEക്ക് നേരെ ഇറാൻ അഴിച്ചുവിട്ടത്. ഒരു ന്യായീകരണവുമില്ലാത്ത ആക്രമണമാണ് രാജ്യത്തിന് നേരെ ഉണ്ടായത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ UAE ആണ് വിജയിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുദ്ധം നടന്ന് 40 ദിവസം കൊണ്ട് പ്രതിരോധ മേഖലയിൽ UAE കൂടുതൽ കരുത്താർജിച്ചു. ഇതൊരു പ്രധാന നേട്ടമായാണ് എടുത്തു പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധവും ശക്തിയും ആത്മവിശ്വാസവും ഇതിലൂടെ വർദ്ധിച്ചു. അതിർത്തികൾ കാത്തു സൂക്ഷിക്കാനുള്ള കരുത്ത് UAE തെളിയിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ ഉടനീളം രാജ്യത്തെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. യുദ്ധ പ്രതിസന്ധി ബാധിച്ചില്ല. ഭക്ഷ്യവിതരണവും അവശ്യ വസ്തുക്കളുടെ ലഭ്യതയും ഉറപ്പുവരുത്തി. പണലഭ്യതയ്ക്ക് കുറവുണ്ടായിട്ടില്ല. യുദ്ധത്തിന്റെ പേരിൽ ഒരു സർക്കാർ സേവനവും മുടങ്ങിയിട്ടില്ല. ആശുപത്രി, വിസ സേവനം അടക്കം എല്ലാ വിഭാഗങ്ങളും സാധാരണ പോലെ തന്നെ പ്രവർത്തിച്ചു. പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിലെ ഇമറാത്ത് മാതൃക ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും UAEക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാൻ വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. ഈ ഭീഷണിയെ അതിജീവിച്ചേ മതിയാകൂ എന്നും, എന്നാൽ ഇറാനെതിരായ യുദ്ധത്തിന് ആഹ്വാനമായി കാണേണ്ടതില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. നയതന്ത്ര വഴികൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ വിലയിരുത്തലുകൾ എത്തിയത്. യുദ്ധത്തിലേക്ക് മടങ്ങാൻ UAE ആഗ്രഹിക്കുന്നില്ല എന്നും, എന്നാൽ ഇപ്പോഴത്തെ നിലവാരമില്ലാത്ത തരംതാണ സമാധാനത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ല. ദീർഘകാലത്തേക്കുള്ള ഏതു സമാധാന കരാറിലും അതിൽ ഹോർമൂസിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കിയിരിക്കണം. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ പൂർണ്ണമായും തടഞ്ഞിരിക്കണം. മേഖലയിലേക്ക് ഭീഷണിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരം നിയന്ത്രിക്കണം. അത്തരം സമാധാന കരാറിന് മാത്രമേ പ്രസക്തി ഉള്ളൂ എന്നാണ് UAE വ്യക്തമാക്കുന്നത്. 2800-ലധികം ഇറാൻ മിസൈലുകളും ഡ്രോണുകളുമാണ് UAE ഈ യുദ്ധ പശ്ചാത്തലത്തിൽ നേരിട്ടത്. ഇതിൽ 96% വെടിവെച്ചിടാൻ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു. കൃത്യമായ പ്രതിരോധത്തിലൂടെ ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ മാത്രമല്ല, യുദ്ധത്തിൽ മേൽക്കൈ നേടാനും രാജ്യത്തിനായി എന്നും UAE വ്യക്തമാക്കുന്നുണ്ട്.